പ്രിയപ്പെട്ടവരെ, കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിലയിരുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മളോടൊപ്പം വീഡിയോയിലുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും പൊളിറ്റിക്കൽ സയൻസ് ഗവേഷകനുമായ ഷെബീർ ഐനിക്കാടാണ്. സ്വാഗതം ഷെബീർ ഐനിക്കാട്. നമസ്കാരം. നമ്മൾ വളരെ നിർണായകമായ UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് വരെ UDF ഈസിയായിട്ട് ജയിക്കും എന്ന് തോന്നിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് UDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും PV അൻവർ എന്നുള്ളൊരു വ്യക്തി 2 തവണ ജയിച്ചെങ്കിൽ പോലും അവിടെ ആര്യാടൻ മുഹമ്മദ് എന്നുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു വിലാസത്തിലാണ് ആ മണ്ഡലം ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ്റെ ഒരു മകൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് കേരളത്തിലെല്ലാവരും ചിന്തിച്ചൊരു കാര്യം UDF ഈസിയായിട്ട് ജയിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ്? അൻവറും മത്സരിക്കുന്നുണ്ട്, അതേപോലെ സ്വരാജാണ് CPIMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതോടുകൂടി ചിത്രം മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്കാണ് കുറച്ച് എഡ്ജ് നിലവിലുള്ളത് എന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം അതിന് നമുക്ക് ഉള്ള നമുക്ക് കുറേ തെളിവുകളാണുള്ളത്. ആ തെളിവുകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് എന്നുള്ള ആ ഒരു വ്യക്തിയുടെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരുകാർക്ക് സുപരിചിതനാണ്. അതുപോലെ തന്നെ സ്വരാജ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു യുവ നേതാക്കളുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നല്ല അറിവും പാണ്ഡിത്യമുള്ള ഒരാളാണ് സ്വരാജ്. PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ അദ്ദേഹവും കേരള രാഷ്ട്രീയത്തിലൊരു ശ്രദ്ധാകേന്ദ്രമാണ്. അപ്പോൾ ഈ 3 പേര് മാറ്റിവെച്ചാൽ ആര് ജയിക്കും എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. PV അൻവറിന് അവിടെ സ്വാധീനമുണ്ടോ? PV അൻവർ എന്നുള്ള ആ ഒരു വ്യക്തിക്ക് അവിടെ വ്യക്തിഗതമായിട്ടുള്ള ചില വോട്ടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാവാതെ അവിടെ ജയിക്കുക എന്നുള്ളത് അൻവറിന് വളരെ പ്രയാസകരമായിരിക്കും. ഈ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ CPM കുറച്ച് ബാക്ക് ഫുട്ടിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ സ്വരാജ് എന്നുള്ള ആ ഒരു വ്യക്തിയെ മുന്നോട്ട് വെച്ചതോടുകൂടി ആ മത്സര കളത്തിലേക്ക് CPM ഇറങ്ങുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും. CPM അല്ല, LDF ആണ്. LDF മുന്നണിയുടെ ഭാഗമായിട്ട് സ്വരാജ് അവിടെ മത്സരിക്കുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ LDFന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ സ്വരാജ് മത്സരിക്കുന്നു. ആ മണ്ഡലത്തിലെ വിധി ഏത് രീതിയിലും മാറാമെന്നുള്ളത് ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് LDFനെ സംബന്ധിച്ച് അവിടെ ഒരു വിജയകരമായിട്ടുള്ളൊരു കാര്യം. ആര്യാടൻ അവിടെ മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെ ആയ വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അപ്പോൾ UDF ബേസുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം അവരുടെ കയ്യിൽ നിന്ന് പിന്നീട് അൻവറിൻ്റെയൊക്കെ മത്സരിക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നു, അങ്ങനെയാണല്ലോ അത് പോകുന്നത്. അപ്പോൾ നിലവിൽ UDF എങ്ങനെയാണ് ഒരു പ്രതീക്ഷ വെക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം UDFൻ്റെ പ്രതീക്ഷ പറയാം. എങ്ങനെയാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വരെ ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള വിഷയത്തിൽ ഒരുപാട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ VS ജോയി ആണോ, ആര്യാടൻ ഷൗക്കത്താണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പൊതുവെ ഇല്ലാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. പെട്ടെന്ന് തന്നെ യുനാനിമസ് ആയിട്ട് എല്ലാവരും ആര്യാടനെ അംഗീകരിക്കുന്നു. VS ജോയി ആര്യാടനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊതുവെ നടക്കാത്തൊരു കാര്യം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഈസിയായിട്ട് ജയിക്കുമെന്നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ധൈര്യമുണ്ടെങ്കിൽ സ്വരാജ് മത്സരിക്കട്ടെ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ധൈര്യപൂർവ്വം LDF ഏറ്റെടുത്തപ്പോൾ അവിടുത്തെ മത്സരക്കളം മാറിയിട്ടുണ്ട്. അപ്പോൾ ആര്യാടൻ്റെ വ്യക്തിപ്രഭാവത്തിനേക്കാൾ കൂടുതൽ അവിടെ സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവമായിരിക്കും കൂടുതൽ നിർണായകമാവുക. സ്വരാജ് എത്ര വോട്ടുകൾ നേടും, അതാണ് ആ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമായിട്ട് കാണാൻ പോകുന്നത്. അൻവർ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി UDFൻ്റെ വോട്ടല്ലേ പിടിക്കുക, അതല്ലാതെ LDFൻ്റെ വോട്ട് പിടിക്കുക? അത് അങ്ങനെ പറയാൻ പറ്റില്ല. നിഷ്പക്ഷ വോട്ടുകളുണ്ട്. ഇപ്പോൾ ഏതൊരു മണ്ഡലത്തിലും കേരളത്തിൽ നിഷ്പക്ഷ വോട്ടുകളുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ അൻവറിനെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരിക്കലും ഭിന്നിച്ചു പോവില്ല എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നൊരു കാര്യം. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അതുപോലെ നിലനിൽക്കുകയും ഈ നിഷ്പക്ഷ വോട്ടുകൾ അൻവറിലേക്ക് കൂടുതൽ പോവുകയും ചെയ്താൽ അവിടെ LDFന് വിജയം എളുപ്പമായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ നിഷ്പക്ഷ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്താണ് അവിടെ ജയിക്കാൻ സാധ്യത.
അതിന് വളരെ ചെറിയൊരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. ഈ സ്വരാജിൻ്റെ വിജയം പലരും അവകാശപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വരാജ് വിജയിക്കുമെന്ന രീതിയിൽ പറയാൻ കാരണം? അത് അങ്ങനെ ഗ്രൗണ്ടിൽ അങ്ങനെ സംഗതി ഉണ്ടോ? സ്വരാജിന് പൊതുവെ ഒരു ഇടതുപക്ഷ നേതാവ് എന്നതിൽ കവിഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു നല്ല സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതുതന്നെയാണ് സ്വരാജിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നതിലുപരി അദ്ദേഹം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനാണ്. ഇപ്പോൾ നിലമ്പൂരിലെ ജനതയും സ്വരാജിനെ അംഗീകരിക്കുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം നേതാക്കന്മാരിൽ ഒരാളാണ് M സ്വരാജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറൊരു സംശയം എന്താ വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്തായിരിക്കും അൻവറിൻ്റെ അവസ്ഥ എന്നാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ ഒരു 8 കാലി മമ്മൂഞ്ഞായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അൻവർ ആര് ജയിച്ചാലും അൻവർ അതിൻ്റെ ക്രെഡിറ്റ് ആവശ്യപ്പെടും. ഇപ്പോൾ UDF ജയിക്കുകയാണെങ്കിൽ അൻവർ പറയും പിണറായിനെതിരെയുള്ള എൻ്റെ വിജയമാണെന്ന് പറയും. അതേസ്ഥാനത്ത് LDF ജയിക്കുകയാണെങ്കിൽ പറയും ആര്യാടൻ ഷൗക്കത്ത് ഒരു മോശം സ്ഥാനാർത്ഥിയായിരുന്നു, VD സതീശൻ്റെ ധാർഷ്ട്യമുണ്ട്. അപ്പോൾ അൻവർ അവിടെ ആര് ജയിച്ചാലും ക്രെഡിറ്റ് തട്ടിയെടുക്കുന്ന ഒരു ക്രെഡിറ്റ് സ്റ്റീലറായിട്ട് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും? അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അസ്തമിച്ചൊരു സാഹചര്യമാണുള്ളത്. കാരണം അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആത്മഹത്യയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ഒരു ഇടത് MLA ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ അൻവറിനെ UDF ഏറ്റെടുത്തിരുന്നെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു. പക്ഷേ UDF-നെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞതോടുകൂടി അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതെ ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ല, വേറെ ഈ VS ജോയി സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടാതിരിക്കുന്നു. ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം ഒരു കുടുംബ സ്വത്ത് പോലെ അവർ കൊണ്ടുനടക്കും. ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുനടന്നു. ഇനി ഷൗക്കത്ത് ജയിക്കുന്നു, ഷൗക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത് ആ മണ്ഡലം എങ്ങനെ പോകും? സ്വാഭാവികമായിട്ടും അവിടെ VS ജോയി എന്ന് പറയുന്ന വ്യക്തി അവസരങ്ങൾ കിട്ടാതെ പോകും. അപ്പോൾ എന്തായിരിക്കും ഇനി VS ജോയിയുടെ അവസ്ഥ എന്തായിരിക്കും ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ തന്നെ? അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ത് ചെയ്യണം? ഇവിടെ നിലമ്പൂർ ജയിക്കണം. നിലമ്പൂർ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ VS ജോയിയുടെ ഭാവി ഇരുളടഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സ്വരാജ് ജയിക്കുമെന്നുള്ളത് ഇപ്പോൾ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിയോട് കൂടെ സ്വരാജിന് കുറച്ചുകൂടെ ഈസി വോക്ക് ഓവർ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷേ PV അൻവർ എത്ര വോട്ട് പിടിക്കും, അത് ഏത് മുന്നണിയാണ് തളർത്തുക എന്നൊന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഇനിയും ഒരു 7-8 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ആരോപണങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു പെൻഷൻ്റെ കാര്യത്തിൽ, പെൻഷൻ ആരാണ് കൂട്ടിക്കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കള്ളങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ മുന്നണികൾ അതിൽ നിന്നും മാറി നിന്ന് വാസ്തവപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഫസ്റ്റ് ചോയ്സ് സ്വരാജായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ നുണ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചാൽ അവിടെ ഷൗക്കത്തിന് നമുക്ക് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു സംശയം എന്താ വെച്ചാൽ, അൻവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷൗക്കത്ത് എന്ന് പറയുന്നത് അൻവറിന് ആദ്യ ശത്രുതയുള്ള ഒരു മനുഷ്യരാണല്ലോ. അപ്പോൾ ഷൗക്കത്ത് തോൽക്കുകയും സ്വരാജ് ജയിക്കുകയും ചെയ്താൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ സമയത്ത് ആ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ UDF-ൽ കഴിയും. അപ്പോൾ UDF സ്വാഭാവികമായിട്ടും ചിന്തിക്കും അൻവർ ഇല്ലാതെ ആ സീറ്റ് കിട്ടൂല എന്നുള്ളൊരു തോന്നൽ വരും. പ്രത്യേകിച്ച് UDF-ന് അടുത്ത വട്ടം അധികാരം വേണമെങ്കിൽ ഈ സീറ്റ് അടക്കം കിട്ടണം. അപ്പോൾ ഒരുപക്ഷെ അൻവറിന് ഇവിടെ ഷൗക്കത്ത് തോറ്റാൽ അടുത്ത വട്ടം അൻവറിന് ഈ സീറ്റ് ചോദിച്ച് UDF-ലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ UDF-ന് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും ജയിച്ചെടുക്കാൻ അടുത്ത വട്ടം കഴിയണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അൻവർ UDF-ൻ്റെ വോട്ട് പിടിച്ചുകൊണ്ട് സ്വരാജിന് ജയിച്ചാൽ അടുത്ത വട്ടം ജയിക്കാനുള്ള ഒരു കളി കളിക്കുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാരണം അൻവർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി അൻവർ വളരെ വലിയൊരു വോട്ട് ഷെയർ അൻവർ പിടിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു സാധ്യതയുള്ളൂ. ഒരു 20,000 വോട്ടിന്റെ മുകളിൽ അൻവർ പിടിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അൻവറിനെ UDF കൂടെ കൂട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഇതൊരു സെമി ഫൈനലാണ്. അപ്പോൾ ഈ സെമി ഫൈനലിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന് വളരെ ചെറിയ സാധ്യതയുള്ളത്. അപ്പോൾ ജയിക്കുമെന്ന് സാധ്യതയുള്ള സീറ്റുകളിൽ, ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ്സിലെ അധികാരമോഹികൾ കടിച്ചു തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലമ്പൂരും വേണമെങ്കിൽ ജയിക്കാം എന്ന് കോൺഗ്രസ്സിന് ധാരണയുണ്ട്. അപ്പോൾ അടുത്ത തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ അൻവർ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഭരണം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ
അവിടെ അൻവറിനെ കൂടെ കൂട്ടാനുള്ള സാഹചര്യം കുറവാണ്. അവിടെ ഇപ്പോൾ അധികാരമോഹികളായിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ VS ജോയി തന്നെ അവിടെ ചരടുവലി നടത്തി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഏകദേശം തീർന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടി ചെയ്തതുപോലെ ചെയ്യണം, BJP-യിലേക്ക് പോകണം. BJP-യിലേക്ക് പോയാൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും. ഒരുപാട് ഇപ്പം ന്യൂനപക്ഷ കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം അങ്ങനെയുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ, ക്യാബിനറ്റ് പോസ്റ്റുകൾ കിട്ടുമായിരിക്കും. ചിലപ്പോൾ അൻവർ രാഷ്ട്രീയ മോഹിയായതുകൊണ്ട്, അധികാരമോഹിയായതുകൊണ്ട് അങ്ങനെയും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ശരിയാണ്. അവർ ഏതൊക്കെ പാർട്ടിയിൽ അതിനിടയിൽ പോകാൻ ശ്രമിച്ചു. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവർ NDA സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ വീണ്ടും അവതരിപ്പിക്കാൻ സാധ്യത. വേറൊരു സംശയം, വളരെ നിർണായക ഒരു സംശയമാണ് വെച്ചാൽ, ജമാഅത്ത് ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുക്കുന്നു. അതുമാത്രമല്ല, UDF ആ പിന്തുണ കിട്ടിയത് മുതൽ ഇപ്പോൾ സതീശനൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇത് UDF-നെ എങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണോ ബാധിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക? ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ടൊന്നല്ല UDF-ന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്, അല്ലെ UDF-ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് UDF അവരുടെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു മുന്നണിയാണ്. അവർ എപ്പോഴൊക്കെയാണോ മത്സരിക്കാതിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാത്ത എല്ലാ സാഹചര്യങ്ങളിലും അവർ UDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF-നും അതൊരു പുതുമയല്ല, അല്ല അത് ജമാഅത്ത് ഇസ്ലാമിക്ക് പുതുമയല്ല. ഞാൻ ചോദിച്ചത് മറ്റു സംഘടനകൾ, വിഭാഗങ്ങൾ, അവരൊക്കെ ഈ ജമാഅത്ത് ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, VD സതീശൻ തന്നെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പഴയ നിലപാടൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അത് വോട്ടർമാരിലും മറ്റു സംഘടനക്കാരിലും ഒക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത്? VD സതീശൻ്റെ നിലപാടുകൾ നമുക്കറിയാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് എന്താ പറഞ്ഞത്? അദ്ദേഹം സാമ്പ്രദായികമായ രീതിയിലുള്ള ഒരു BJP-കാരനില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ വെളുപ്പിക്കാനാണ് സതീശൻ ശ്രമിച്ചത്. അപ്പോൾ സതീശന് 2 വോട്ട് കൂടുതൽ കിട്ടിയിട്ട് അധികാരം കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സതീശൻ്റെ നിലപാടുകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം സതീശനുള്ളൂ. ഇതിലെനിക്ക് ഞാൻ ഈ നിലമ്പൂർ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാണി കോൺഗ്രസ് ഇപ്പോൾ LDF-ലാണല്ലോ നിൽക്കുന്നത്. മാണി കോൺഗ്രസ്സിനെ UDF-ലേക്ക് കൊണ്ടുവരാതെ അധികാരം കിട്ടുമോ ശരിക്കും? എന്ന് പറഞ്ഞാൽ അധികാരം കിട്ടാമെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു വോട്ടും കൂടി കിട്ടുമ്പോഴാണല്ലോ കുറച്ചും കൂടി ശക്തി UDF-ന് ഉണ്ടാവുക. അപ്പോൾ LDF-ലാണല്ലോ മാണി കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ മാണി കോൺഗ്രസിനെ UDF-ലേക്ക് ക്ഷണിക്കാൻ സാധ്യതയുണ്ടോ UDF-കാർ? അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു? ജോസ് കെ മാണിയും അല്ലെങ്കിൽ മാണിയുടെ കോൺഗ്രസ് ഞങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന് പറയാതെ പറയുന്നുണ്ട് കോൺഗ്രസ് എപ്പോഴും. അവർ പോകുമ്പോൾ യാതൊരു ഉപാധികളുമില്ലാതെ അവരെ മുന്നണിയിൽ എടുക്കാൻ റെഡിയാണ്. കാരണം അവരില്ലാതെ മധ്യ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, UDF-ന് ജയിക്കാൻ പറ്റില്ല, പല മണ്ഡലങ്ങളിലും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ PC ജോർജ് പൂഞ്ഞാറിൽ എന്തുകൊണ്ടാണ് തോറ്റത്? ഈ കേരള കോൺഗ്രസിലെ മാണി വിഭാഗം LDF-ന്റെ കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പല ആളുകളും ജയിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് കേരള കോൺഗ്രസ് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നത്, ഈ ജോസ് കെ മാണിയെ ചേർത്ത് നിർത്തുന്നത്. ഇപ്പൊ കുറ്റ്യാടി സീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ. രാജ്യസഭാ സീറ്റിലും കണ്ടല്ലോ. രാജ്യസഭാ സീറ്റ് കണ്ടു, കുറ്റ്യാടി സീറ്റ് കണ്ടു. കുറ്റ്യാടി സീറ്റ് അവർ വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് തിരിച്ചെടുത്ത് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. അപ്പൊ ജോസ് കെ മാണിയെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണിയെയും കൃത്യമായിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സമീപനം കേരളത്തിൽ LDF സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു നല്ല സമീപനമാണ്. അധികാരം തുടരാൻ വേണ്ടിയിട്ട് അതൊരു നല്ല സമീപനമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനെ LDF-ന്റെ ഭാഗമാക്കുക, അല്ലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്, ക്രിസ്ത്യൻ വോട്ടുകൾ പണ്ട് മുതലേ LDF വിരുദ്ധമാണ്, അല്ലെ LDF-ന് പ്രതികൂലമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകളെ അടുപ്പിക്കാൻ കേരള കോൺഗ്രസ് മാണിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ തിരിച്ചെടുക്കാൻ UDF ശ്രമിച്ചിട്ടില്ലെങ്കിൽ അധികാരം കിട്ടുക എന്നുള്ളത് ഒരു കണക്കിന് പോസിബിൾ ആയ കാര്യമല്ല എന്നുള്ളതും. 2026 അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ UDF-ലെ പല ഘടകകക്ഷികളും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ എടുക്കാം. മുസ്ലിം ലീഗ് അധികാരമില്ലാതെ 10 വർഷമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു റെക്കോർഡാണ്. അപ്പൊ മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, സാധ്യമല്ല. അപ്പൊ അവരുടെ നിലപാട് എന്താണ്, അല്ലെ അവരുടെ ഒരു വിഭാഗമെങ്കിലും LDF-ലേക്ക് വരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തോൽവി ചിലപ്പോൾ കാരണം. അവസാനമായി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിലേക്ക് തന്നെയാണ്, നിലമ്പൂരിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു ചെറിയ എഡ്ജ് പറയാൻ പറ്റും? ആർക്കെങ്കിലും ഒരു എഡ്ജ്? ഇപ്പോൾ ഒരു നേരിയ എഡ്ജ് സ്വരാജിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്വരാജിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചില നിലപാടുകൾ, മുൻ നിലപാടുകളും അതിനുണ്ട്.
ഇപ്പൊ ആര്യാട ഷൗക്കത്ത് പാണക്കാട് തങ്ങന്മാരെ അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആര്യാട ഷൗക്കത്ത് ജയിക്കുന്നതിനോട് അവരിൽ തന്നെ ഒരു വിഭാഗത്തിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആ വോട്ടുകളൊക്കെ സ്വരാജിന് ലഭിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം സ്വരാജ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വരാജ് നല്ലൊരു നേതാവാണ്. സ്വരാജ് കേരളത്തിലെ ഒരു നിലപാടുള്ള ഒരു ഭാവി പ്രതീക്ഷയാണ്. ഇപ്പൊ ഗാസയിലെ വിഷയത്തിലടക്കം സ്വരാജ് എടുത്തതിലും വലിയ നിലപാടൊന്നും കേരളത്തിലെ ഒരു മുസ്ലിം നേതാവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് സ്വരാജ്. അത് മാത്രമല്ല, ഇപ്പൊ യുദ്ധത്തിന്റെ സമയത്തൊക്കെ സമാധാനം തന്നെ പറയുന്ന ഒരു അപ്പൊ സ്വരാജ് സ്വന്തം രക്ഷ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്ന ഒരാളല്ല. സ്വരാജ് എന്തും വ്യക്തിപരമായ ഡാമേജ് നോക്കിയിട്ടല്ല. ഇപ്പൊ അയ്യപ്പന്റെ വിഷയത്തിൽ, ശബരിമല വിഷയത്തിലടക്കം കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ആളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ തളർത്തുകയോ ചെയ്യുന്ന സമീപനം സ്വരാജ് സ്വീകരിച്ചിട്ടില്ല. സ്വരാജ് വളരെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പൊ ആർട്ടിക്കിൾ 19 പറയുന്നത് പോലെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അപ്പൊ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു നേതാവാണ് സ്വരാജ്. അത് മാത്രമല്ല, വളരെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മാത്രമല്ല ഈ മറ്റേ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം. പക്ഷെ അതിനെയൊക്കെ മറ്റു രീതിയിലാണ് അവിടെ പ്രചരണം നടക്കുന്നത് എന്നുള്ളത് കേട്ടു. ഇപ്പോൾ ഇന്നലെ തന്നെ സ്വരാജ് പറയുന്നുണ്ട്, അവിടെ അനൗൺസ്മെന്റ് വണ്ടിയിലൊക്കെ എന്തോ പാകിസ്ഥാൻ അനുകൂലിയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സ്വരാജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ സ്വരാജ് ഈ സത്യാനന്തരം എന്താണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ആ പ്രോഗ്രാമിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നുണകളെയും പൊളിച്ചെടുക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വരാജ് എന്ന വ്യക്തി നിയമസഭയിൽ വരുന്നതിനെ UDF ഭയപ്പെടുന്നുണ്ട്. കാരണം UDFന്റെ പല കള്ളത്തരങ്ങളെയും UDFന്റെ പല തെറ്റായ ആരോപണങ്ങളെയും കൃത്യമായിട്ട് സ്വരാജ് പൊളിച്ചെടുക്കും. അപ്പൊ സ്വരാജിനെ ഏത് വില കൊടുത്തും നിയമസഭയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് UDF ശ്രമിക്കും. ഇപ്പോൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള UDFന്റെ യുവ തുർക്കികൾ എന്നറിയപ്പെടുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ത്രട്ടാണ് സ്വരാജ്. അപ്പോൾ ആ ത്രട്ട് നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു തുടർ ഭരണത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് LDF എന്ത് വില കൊടുത്തിട്ടായാലും സ്വരാജിനെ അവിടെ മത്സരിപ്പിച്ചത്. സ്വരാജിന് ആദ്യകാലത്ത് താല്പര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം സ്വരാജിന് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം സ്വരാജിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വരാജ് എന്ത് ചെയ്തു, കൃത്യമായിട്ട് നിലമ്പൂർ വരാനുള്ള കാരണം പാർട്ടി അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാർട്ടിയും LDFും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വരാജിനാണ് ഞാനൊരു എഡ്ജ് കാണുന്നത്. താങ്ക് യു ഷബീർ. ഓക്കെ.